ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലെ ഏതാനും ക്വസ്റ്റ്യൻസ് നോക്കാം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതും കുട്ടികൾക്ക് പറയാവുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് മുദ്ര ബാങ്കും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും. നമുക്ക് നോക്കാം. മുദ്ര ബാങ്ക് മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസി. ഫുൾ ഫോം പഠിക്കുക. എക്സ്പാൻഡ് ദി ഫോളോയിങ്ങിനകത്ത് മുദ്ര ബാങ്ക് ചോദിക്കാറുള്ളതാണ്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ ഫുൾ ഫോമാണ് മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസി. മുദ്ര ബാങ്ക് ഈസ് സെറ്റപ്പ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസിങ് ആക്ടിവിറ്റി റിലേറ്റിംഗ് ടു മൈക്രോ യൂണിറ്റ്. MSMED ക്ലാസിഫിക്കേഷനകത്ത് മൈക്രോ ബിസിനസ് നമ്മൾ കണ്ടതാണ്. മൈക്രോ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട വികസനത്തിനും റീഫിനാൻസിങ് പ്രവർത്തനങ്ങൾക്കുമായി ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ചതാണ് മുദ്ര ബാങ്ക്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ 8th April 2015. ഡേറ്റ് ഓർത്തിരിക്കുക. വൺ വേർഡായിട്ട് ചോദിക്കാൻ. 2015 April 8 ഇത് ആരംഭിച്ചത്. ഒന്നുകൂടി നമുക്ക് നോക്കാം. മുദ്ര ബാങ്ക് ഈസ് സെറ്റപ്പ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസിങ് ആക്ടിവിറ്റി റിലേറ്റിംഗ് ടു മൈക്രോ യൂണിറ്റ്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ 8th April 2015. നമുക്ക് മുദ്ര ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ എന്നാണ് മുദ്ര ബാങ്കിൻ്റെ ലക്ഷ്യങ്ങൾ. 1. പ്രൊവൈഡ് ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ് സപ്പോർട്ട് ടു മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ MFI. അതായത് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക അതുപോലെ തന്നെ വായ്പാ പിന്തുണ നൽകുക. ഒന്നുകൂടി പഠിക്കുക. പ്രൊവൈഡ് ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ് സപ്പോർട്ട് ടു MFI മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 2. ഓഫർ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ടു മൈക്രോ യൂണിറ്റ്. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് തന്നെ പഠിക്കണം. മൈക്രോ യൂണിറ്റുകൾക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമുകൾ വാഗ്ദാനം ചെയ്യുന്നു. 3. പോയിൻ്റ് രജിസ്റ്റർ ഓൾ MFI ആൻഡ് ഇൻട്രൊഡ്യൂസ് എ സിസ്റ്റം ഓഫ് പെർഫോമൻസ് റേറ്റിംഗ്. അതായത് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ പ്രകടനത്തിൻ്റെ ഒരു റേറ്റിംഗ് സംവിധാനം അവതരിപ്പിക്കുകയും ചെയ്യുക. രജിസ്റ്റർ ഓൾ MFIs ആൻഡ് ഇൻട്രൊഡ്യൂസ് എ സിസ്റ്റം ഓഫ് പെർഫോമൻസ് റേറ്റിംഗ്. 4. പോയിൻ്റ് പ്രൊവൈഡ് സ്ട്രക്ചറൽ ഗൈഡ് ലൈൻസ് ഫോർ ബോറോവേഴ്സ്. കടം വാങ്ങുന്നവർക്ക് ഘടനാപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഇതൊക്കെയാണ് മുദ്ര ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്നുകൂടി നോക്കാം. പ്രൊവൈഡ് ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ് സപ്പോർട്ട് ടു മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓഫർ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ടു മൈക്രോ യൂണിറ്റ്. രജിസ്റ്റർ ഓൾ MFIs ആൻഡ് ഇൻട്രൊഡ്യൂസ് എ സിസ്റ്റം ഓഫ് പെർഫോമൻസ് റേറ്റിംഗ്. 4. പ്രൊവൈഡ് സ്ട്രക്ചറൽ ഗൈഡ് ലൈൻസ് ഫോർ ദി ബോറോവേഴ്സ്. മലയാളത്തിൽ നോക്കുകയാണ് എങ്കിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുക. മൈക്രോ യൂണിറ്റുകൾക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമുകൾ വാഗ്ദാനം ചെയ്യുക. എല്ലാ MFIകളും രജിസ്റ്റർ ചെയ്യുകയും പ്രകടന റേറ്റിംഗിൻ്റെ ഒരു സംവിധാനം അവതരിപ്പിക്കുകയും ചെയ്യുക. കടം വാങ്ങുന്നവർക്ക് ഘടനാപരമായ മാർഗനിർദ്ദേശം നൽകുക. ഇതൊക്കെയാണ് മുദ്ര ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്സ്. വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിക്കണം. റീസെൻ്റ് ട്രെൻഡ്സ് ഇൻ ഓൺട്രപ്രണർഷിപ്പിൽ വരുന്നതാണ് ഈ ഓൺട്രപ്രണർഷിപ്പ്, വെർച്വൽ മാർക്കറ്റിംഗ്, ടെക്നോപ്രണർ, അതുപോലെ തന്നെ എൻലൈറ്റഡ് മാർക്കറ്റിംഗ്. അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. 2 മാർക്കിനൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറൻസ് ആണ് എങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഈ ഓൺട്രപ്രണർഷിപ്പ് റെഫേഴ്സ് ടു എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ ഇന്നോവേറ്റീവ് ബിസിനസ് യൂസിങ് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ഇൻ ഡേറ്റ നെറ്റ്വർക്ക്. ഇറ്റ് ഓഫർ പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസ് ബേസ്ഡ് അപ്പോൺ പ്യുവർലി ഇലക്ട്രോണിക് ക്രിയേഷൻ ഓഫ് വാല്യൂ. അതായത് നൂതന ബിസിനസ് ആശയം ഉപയോഗിച്ച് നെറ്റ് എക്കണോമിയിൽ ഒരു പുതിയ ബിസിനസ് സ്ഥാപിക്കുന്നതിനെയാണ് ഈ സംരംഭകത്വം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഒരു നൂതന ബിസിനസ് ആശയം ഉപയോഗിച്ച് നെറ്റ് എക്കണോമിയിൽ ഒരു പുതിയ ബിസിനസ് സ്ഥാപിക്കുന്നു. അതാണ് ഈ സംരംഭകത്വം. പൂർണ്ണമായും ഇലക്ട്രോണിക് സൃഷ്ടിയായ മൂല്യത്തിൽ അധിഷ്ഠിതമായതാണ് ഇവരുടെ ഉൽപ്പന്നം. എന്താണ് ഈ ഓൺട്രപ്രണർഷിപ്പ്?
E-entrepreneurship refers to establishing a new innovative business using electronic platform in data network. ആ ഒരു പോയിന്റ് വരണം. ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ഇൻ ഡേറ്റ നെറ്റ്വർക്ക്. ഇറ്റ് ഓഫർ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ബേസ്ഡ് അപ്പോൺ പ്യുവർലി ഇലക്ട്രോണിക് ക്രിയേഷൻ ഓഫ് വാല്യൂ. ട്രെൻഡ്സ് ഇൻ ഓൺട്രപ്രണർഷിപ്പിൽ വരുന്ന ഒന്നാണ് ടെക്നോപ്രണർ. ഓൺട്രപ്രണർ പ്ലസ് ടെക്നോളജിയാണ് ടെക്നോപ്രണർ. ടെക്നോപ്രണർ എന്താണെന്ന് നോക്കാം. ടെക്നോപ്രണർ മീൻസ് ഓൺട്രപ്രണർ വിത്ത് ഹൈ ടെക്നോളജി. ഏരിയാസ് ഓഫ് ടെക്നോപ്രണർ ഇൻക്ലൂഡ് വെബ്സൈറ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ആനിമേഷൻ ആൻഡ് 3D, ഗെയിം ഡെവലപ്മെൻറ്റ്, ബ്ലോഗിംഗ്, ഓൺലൈൻ സെല്ലിംഗ് എക്സെട്ര. ഒന്നുകൂടി നോക്കിയേ. ടെക്നോപ്രണർ മീൻസ് ഓൺട്രപ്രണർ വിത്ത് ഹൈ ടെക്നോളജി. ബിസിനസ്സിൽ ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്ന സംരംഭകരാണ് ടെക്നോപ്രണർ. ബിസിനസ്സിൽ ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നവരാണ് ടെക്നോപ്രണർ. ഉദാഹരണമായിട്ട് വെബ്സൈറ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ആനിമേഷൻ ആൻഡ് 3D, ഗെയിം ഡെവലപ്മെൻറ്റ്, ബ്ലോഗിംഗ്, ഓൺലൈൻ സെല്ലിംഗ് എക്സെട്ര. ഓർത്തിരിക്കുക, ഓൺട്രപ്രണർ വിത്ത് ഹൈ ടെക്നോളജിയാണ് ടെക്നോപ്രണർ. അടുത്ത റീസെൻ്റ് ട്രെൻഡിൽ വരുന്നതാണ് എൻലൈറ്റഡ് മാർക്കറ്റിംഗ്. എൻലൈറ്റഡ് മാർക്കറ്റിംഗ് ഈസ് എ ഫിലോസഫി holding that a company marketing should support the best long-run performance of its marketing system. Enlightened marketing എന്ന് പറഞ്ഞാൽ ദീർഘകാല വസ്തുതകളെ കണക്കിലെടുത്തുകൊണ്ട് വേണം കമ്പനി വിപണന തീരുമാനം എടുക്കേണ്ടത്. ഈ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എൻലൈറ്റഡ് മാർക്കറ്റിംഗ്. ഒന്നുകൂടി നോക്കാം. എൻലൈറ്റഡ് മാർക്കറ്റിംഗ് is a philosophy holding that a company marketing should support the best long-run performance of its marketing system. അതായത് ദീർഘകാല വസ്തുതകളെ കണക്കിലെടുത്തുകൊണ്ട് വേണം കമ്പനി വിപണന തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഈ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എൻലൈറ്റഡ് മാർക്കറ്റിംഗ്. അടുത്തതാണ് വെർച്വൽ മാർക്കറ്റിംഗ്. ഇൻ വെർച്വൽ മാർക്കറ്റിംഗ് the buyers purchase goods and service through the internet. In such a market, buyer and seller do not meet physically. Instead, the transactions are done through the internet. Example: Amazon, Flipkart, Rediff Shopping, eBay, etc. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ. വെർച്വൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിലൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രീതിയാണിത്. വിൽക്കുന്നയാളും വാങ്ങുന്നയാളും പരസ്പരം കാണുന്നില്ല. ഇടപാടുകൾ നടക്കുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. ഉദാഹരണവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓൺലൈനായിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നവരാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഈബേ, സ്നാപ്സീൽ, റെഡിഫ് ഷോപ്പിംഗ് എക്സെട്ര. ഒന്നുകൂടി നോക്കാം. ഇൻ വെർച്വൽ മാർക്കറ്റിംഗ് ബയേഴ്സ് പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസ് ത്രൂ ഇൻ്റർനെറ്റ്. In such a market, buyers and sellers do not meet physically. Instead, the transactions are done through internet. Example: Amazon, Flipkart, Rediff Shopping, eBay, etc. ഇൻ്റർനെറ്റിലൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രീതിയാണിത്. വിൽക്കുന്നയാളും വാങ്ങുന്നയാളും പരസ്പരം കാണുന്നില്ല. ഇടപാടുകൾ നടക്കുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. ഉദാഹരണം ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഈബേ, റെഡിഫ് ഷോപ്പിംഗ് എക്സെട്ര. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് MSMED ക്ലാസിഫിക്കേഷൻ, അതായത് മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് മനസ്സിലാക്കുക, MSMEDയുടെ വർഗീകരണത്തിനായിട്ട് സ്ഥാപനങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മാനുഫാക്ചറിങ് എന്നും സർവീസ് എൻ്റർപ്രൈസ് എന്നും. ഇതിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനപ്പെടുത്തി മൈക്രോ എന്നും സ്മോൾ എന്നും മീഡിയം എന്നും തരംതിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാനുഫാക്ചറിങ് ബിസിനസ് ആണ് എങ്കിലും സർവീസ് ബിസിനസ് ആണ് എങ്കിലും മൈക്രോ, സ്മോൾ, മീഡിയം എന്നിങ്ങനെ തരംതിരിക്കുന്നതിനായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നേരിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. മാനുഫാക്ചറിങ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് എങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ് ടു 25 lakh ആണ് എങ്കിൽ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് വിളിക്കുന്നു.
ഒന്നുകൂടി വ്യക്തമാക്കി തരാം. 25 ലക്ഷത്തിൽ താഴെയുള്ള മാനുഫാക്ചറിംഗ് ബിസിനസ്സിനെ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് വിളിക്കുന്നു. എന്നാൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 10 ലക്ഷത്തിൽ താഴെയുള്ള സർവീസ് എൻ്റർപ്രൈസിനെയും മൈക്രോ എൻ്റർപ്രൈസ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സർവീസ് എൻ്റർപ്രൈസ് ആണ് എങ്കിൽ 10 ലക്ഷത്തിൽ കുറവാണെങ്കിൽ അതിനെ മൈക്രോ എന്ന് വിളിക്കും. അതായത് 11 ലക്ഷം ആണെങ്കിൽ മൈക്രോ എന്ന് വിളിക്കില്ല. അതേസമയം 11 ലക്ഷം മുതൽ മുടക്കുള്ള മാനുഫാക്ചറിംഗ് ബിസിനസ്സിനെ മൈക്രോ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതായത് 25 ലക്ഷത്തിൽ താഴെ വരെ മൈക്രോ എന്ന് വിളിക്കും മാനുഫാക്ചറിംഗ് ബിസിനസ്സാണ് എങ്കിൽ. ഡൗട്ട് വരരുത്, ക്ലാസിഫിക്കേഷനിൽ മാനുഫാക്ചറിങ്ങും സർവീസ് എൻ്റർപ്രൈസിലും എമൗണ്ടിൽ മാറ്റമുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. ആദ്യം മാനുഫാക്ചറിങ് മാത്രം അങ്ങ് പഠിച്ചു വയ്ക്കുക. 25 ലക്ഷത്തിൽ താഴെയുള്ള മാനുഫാക്ചറിങ് ബിസിനസ്സിനെ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് വിളിക്കുന്നു. 25 ലക്ഷത്തിനും 5 കോടിക്കും ഇടയിലുള്ള ബിസിനസ്സിനെ, മാനുഫാക്ചറിങ് ബിസിനസ്സിനെ സ്മോൾ എൻ്റർപ്രൈസ് എന്ന് വിളിക്കുന്നു. അതുപോലെ 5 കോടിക്കും 10 കോടിക്കും ഇടയിലുള്ള മാനുഫാക്ചറിങ് ബിസിനസ്സിനെ മീഡിയം എൻ്റർപ്രൈസ് എന്നും വിളിക്കുന്നു. മാനുഫാക്ചറിങ് പഠിച്ചതിന് ശേഷം സർവീസ് പഠിക്കുക. തെറ്റ് വരരുത്, മാറിപ്പോകരുത്. ഒന്നുകൂടി മാനുഫാക്ചറിങ് നോക്കാം. 25 ലക്ഷത്തിൽ താഴെയുള്ള മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ മൈക്രോ, 25നും 5 കോടിക്കും ഇടയിലാണ് എങ്കിൽ അതിനെ സ്മോള്, 5 കോടിക്കും 10 കോടിക്കും ഇടയിലാണെങ്കിൽ അതിനെ മീഡിയം എന്ന് വിളിക്കുന്നു. ഇനി സർവീസ് എൻ്റർപ്രൈസ് നോക്കാം. 10 ലക്ഷത്തിൽ താഴെയുള്ള സർവീസ് എൻ്റർപ്രൈസിനെ മൈക്രോ എന്ന് വിളിക്കുന്നു. 10 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലാണ് എങ്കിൽ അതിനെ സ്മോൾ എന്ന് വിളിക്കുന്നു. 2 കോടിക്കും 5 കോടിക്കും ഇടയിലാണ് എങ്കിൽ അതിനെ മീഡിയം എൻ്റർപ്രൈസ് എന്നും വിളിക്കുന്നു. സർവീസ് സെക്ടർ ആണ് എങ്കിൽ. കൺഫ്യൂഷൻ വരാം, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. മാനുഫാക്ചറിങ്ങിൻ്റെ കേസിലും സർവീസ് സെക്ടറിൻ്റെ കേസിലും ഈ ഒരു ക്ലാസിഫിക്കേഷൻ മൈക്രോ, സ്മോൾ, മീഡിയം എന്ന് ക്ലാസിഫൈ ചെയ്യുന്നതിന് എമൗണ്ടിൽ മാറ്റമുണ്ട്. മൈക്രോ എൻ്റർപ്രൈസ് എന്ന് വിളിക്കുന്നത് മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ 25 ലക്ഷത്തിൽ താഴെയുള്ള സ്ഥാപനത്തെ വിളിക്കും. എന്നാൽ 10 ലക്ഷത്തിൽ താഴെ വരെ മാത്രമേ സർവീസ് സെക്ടറിൽ മൈക്രോ എന്ന് വിളിക്കത്തുള്ളൂ. അതുപോലെ 25 ലക്ഷത്തിനും 5 കോടിക്കും ഇടയിലുള്ള മാനുഫാക്ചറിങ് ബിസിനസ്സിനെ സ്മോൾ എന്ന് വിളിക്കും. ഇവിടെ സർവീസ് സെക്ടറിൽ 10 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലുള്ള സർവീസ് എൻ്റർപ്രൈസിനെയാണ് സ്മോൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ 5 കോടിക്കും 10 കോടിക്കും ഇടയിലുള്ള മാനുഫാക്ചറിങ് ബിസിനസ്സിനെ മീഡിയം എന്ന് വിളിക്കും. 2 കോടിക്കും 5 കോടിക്കും ഇടയിലുള്ള സർവീസ് എൻ്റർപ്രൈസിനെ മീഡിയം എന്ന് വിളിക്കുന്നു. തെറ്റിപ്പോവാതെ, മാറിപ്പോവാതെ ഇത് പഠിക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ട്രാൻസ്പോർട്ടിംഗ്. വൺ വേർഡായിട്ടും ചോദിക്കാം. ട്രാൻസ്പോർട്ടിംഗ് റെഫേഴ്സ് ടു ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ന്യൂ ട്രെൻഡ്. Identification of new trend is called transporting, which helps an entrepreneur to understand the market and produce goods and service by considering new market trend. പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കുന്നതിനെ അഥവാ തിരിച്ചറിയുന്നതിനെയാണ് ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇതൊരു സംരംഭകനെ വിപണി മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ട്രാൻസ്പോർട്ടിംഗ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ന്യൂ ട്രെൻഡ്. പുതിയ പ്രവണതകൾ മനസ്സിലാക്കാനായിട്ട് ട്രെൻഡ് സഹായിക്കുന്നു. ട്രെൻഡ് സ്പോട്ടിംഗ് അഥവാ ട്രെൻഡ് എന്നൊക്കെ പറയുന്നത് ഫാഷൻ, ആക്ടിവിറ്റി, ഡിസൈൻ, അസംഷൻസ് ഇതെല്ലാം ട്രെൻഡിൽ ഉൾപ്പെടുന്നു. എന്താണ് ട്രാൻസ്പോർട്ടിംഗ്? പുതിയ പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കുന്നതിനെ അഥവാ തിരിച്ചറിയുന്നതിനെയാണ് ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെൻഡ് ചോദിക്കാറുണ്ട്. റീഡ് ട്രെൻഡ്, ടോക്ക് ട്രെൻഡ്, വാച്ച് ട്രെൻഡ്, തിങ്ക് ട്രെൻഡ്. ആദ്യം നമുക്ക് ഇതെന്തൊക്കെയാണ് എന്ന് നോക്കാം. റീഡ് ട്രെൻഡ് ആ വാക്കിൽ തന്നെയുണ്ട്. ഓൺട്രപ്രണേഴ്സ് റെഗുലർലി റീഡ് ദ ലീഡിംഗ് പബ്ലിക്കേഷൻസ് ആൻഡ് ഗോയിങ് ത്രൂ വെബ്സൈറ്റ് അഫക്റ്റിംഗ് ദെയർ ബിസിനസ് ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ന്യൂ ട്രെൻഡ് ഇൻ ദെയർ ഫീൽഡ്. പുതിയ പ്രവണതകൾ തിരിച്ചറിയുന്നതിനായിട്ട് സംരംഭകർ പതിവായിട്ട് പ്രമുഖ പ്രസിദ്ധീകരണം, ബിസിനസ് റിലേറ്റഡ്
പ്രസിദ്ധീകരണങ്ങൾ വായിക്കുകയും വെബ്സൈറ്റ് സന്ദർശിക്കുകയും ചെയ്യുന്നത് വഴി ട്രെൻഡുകൾ മനസ്സിലാക്കാതിനെയാണ് റീഡ് ട്രെൻഡ് എന്ന് പറയുന്നത്. അടുത്തത് ടോക്ക് ട്രെൻഡ്. ടോക്കിംഗ് ടു പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് വാക്ക് ഓഫ് ലൈഫ് ലൈക്ക് ഇൻഡസ്ട്രി, ട്രേഡ് അസോസിയേഷൻ, സോഷ്യൽ നെറ്റ്വർക്ക് എക്സെട്ര ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ടിംഗ്. വ്യവസായം, ട്രേഡ് അസോസിയേഷൻ, സോഷ്യൽ നെറ്റ്വർക്ക് തുടങ്ങിയ വ്യത്യസ്ത തുറകളിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നത് വഴി ട്രാൻസ്പോർട്ടിംഗ് നടക്കുന്നതിനെയാണ് ടോക്ക് ട്രെൻഡ് എന്ന് പറയുന്നത്. നമ്മൾ റീഡ് ട്രെൻഡും കണ്ടു, ടോക്ക് ട്രെൻഡും കണ്ടു. ഇതൊക്കെ അതിനകത്ത് ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റീഡ് ട്രെൻഡും ടോക്ക് ട്രെൻഡുമാണ് നമ്മൾ കണ്ടത്. അടുത്തത് വാച്ച് ട്രെൻഡ്. വാച്ചിങ് ആൻഡ് ഒബ്സർവിങ് ദ കസ്റ്റമേഴ്സ് ഇൻ ദി മാർക്കറ്റ് പ്ലേസ്. എക്സാമ്പിൾ, ഈറ്റിംഗ് ഹാബിറ്റ് ഓഫ് ദി പീപ്പിൾ. വാട്ട് ഡു ദേ വൈൽ ബീയിങ് ഇൻ പബ്ലിക്, ദെയർ ഡ്രസ് കോഡ് എക്സെട്ര. മാർക്കറ്റിലെ ഉപഭോക്താക്കളെ നിരീക്ഷിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഭക്ഷണശീലം, പൊതുസ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു, വസ്ത്രധാരണ രീതി, ഇതെല്ലാം കൊണ്ട് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാം. അതാണ് വാച്ച് ട്രെൻഡ്. അടുത്തത് തിങ്ക് ട്രെൻഡ്. ഓൺട്രപ്രണേഴ്സ് ഷുഡ് പുട്ട് ടുഗദർ ഓൾ ദി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് പൊട്ടൻഷ്യൽ ട്രെൻഡ് ദാറ്റ് മേ എമർജ് ഇൻ ഫ്യൂച്ചർ. ചിന്താ പ്രവണത എന്ന് പറഞ്ഞാൽ സംരംഭകൻ എല്ലാ വിവരസ്രോതസ്സുകളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രവണതയെക്കുറിച്ച് ചിന്തിക്കും. അതാണ് തിങ്ക് ട്രെൻഡ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രെൻഡ് ഏതൊക്കെയാണ്? വാച്ച് ട്രെൻഡ്, തിങ്ക് ട്രെൻഡ്, റീഡ് ട്രെൻഡ്, ടോക്ക് ട്രെൻഡ്.